നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് വെള്ളനാട് കണ്ണമ്പള്ളിക്കടുത്ത് ഒരു കൃഷിത്തോട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ രണ്ട് കർഷക സുഹൃത്തുക്കൾ കൃഷി ചെയ്തിരിക്കുന്ന വാഴത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അവരിലേക്ക് പോകാം. ഈ സുഹൃത്തുക്കളാണ്, ഈ രണ്ട് സുഹൃത്തുക്കളാണ്, കർഷക സുഹൃത്തുക്കളാണ് ഈ തോട്ടം കൃഷി ചെയ്തിരിക്കുന്നത്. വാഴയൊക്കെ ഏകദേശം, ഇത് ഏത്തവാഴയാണ്, ഏകദേശം കുല വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര്? സോണിയും മോഹനചന്ദ്രൻ നായരുമാണ്. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ നടത്തുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പേരിലാണോ? നമ്മളെ കണ്ണമ്പള്ളി കേന്ദ്രമാക്കി രണ്ട് കർഷക സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഒന്ന് തണൽ വൃക്ഷ കർഷക സംഘം, രണ്ട് ഹരിത BFPCK SHG എന്ന പേരിലാണ് ആ സംഘം അറിയപ്പെടുന്നത്. ഈ രണ്ട് സംഘത്തിലും കൂടെ 40 കർഷകരുണ്ട്. ഈ സംഘത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയിലെ അഭിവൃദ്ധിയാണ്. കാർഷിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ സമൂഹം സജീവമായി രംഗത്ത് വന്നത് മതിയാവൂ എന്ന ഒരു ചിന്ത ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഭക്ഷ്യ സുരക്ഷ ഉണ്ടാകണം, ആരോഗ്യ സുരക്ഷ ഉണ്ടാകണം, ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നമുക്ക് നേടണം, തലമുറയെ രക്ഷിക്കണം. ഇതാണ് സംഘത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ വാഴ കൃഷി മാത്രമാണോ, മറ്റെന്തെങ്കിലും കൃഷി കൂടെ ഈ സംഘത്തിൻ്റെ പേരിൽ ചെയ്യുന്നുണ്ട്? വാഴക്കൃഷിക്ക് പുറമെ പച്ചക്കറി ഐറ്റങ്ങളുമുണ്ട്. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഇപ്പം വാഴ ഈ പ്ലോട്ട് ഏകദേശം വിസ്തൃതി കണക്കാക്കുന്ന 75 സെൻറ്റോളം. ഈ 75 സെൻറ്റ് സ്ഥലത്ത് ആദ്യമായിട്ട് ഞങ്ങൾ വാഴ നട്ടപ്പോൾ ഇടക്കൃഷി എന്നുള്ള രീതിയിൽ വെള്ളരി നട്ടു. വെള്ളരിയും വെണ്ടയും കൂടെ നട്ടു. ഈ വെള്ളരി എന്ന് പറഞ്ഞാൽ 60 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും ആദായം കിട്ടും. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ വെണ്ടയും നട്ടു. ഈ വെള്ളരിയിൽ നിന്ന് 60 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് 50,000 രൂപ വെള്ളരിക്ക് വിൽക്കാൻ കഴിയും. അതൊരു ഇടകൃഷിയാണ്, വാഴയെ ബാധിക്കില്ല. വേറെയും പല സ്ഥലങ്ങളിലും ഞങ്ങളിതേപോലെ ഭൂമിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളെടുത്ത് പാട്ടത്തിനെടുത്ത് ഓരോ കർഷകരെ ഏൽപ്പിക്കും. പിന്നെ മൊത്തത്തിൽ ഞങ്ങൾ ആണ് എൻ്റെ നേതൃത്വം. കാരണം പിന്നെ രണ്ടാമത് എവിടെയും ഈ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഈ BFPCK എന്ന് പറയുന്ന വെജിറ്റബിൾ ഫ്രൂട്ട്സ് ആൻഡ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള സർക്കാരിൻ്റെ പൂർണ്ണ അംഗീകാരമുള്ള സ്ഥാപനം. അവരുടെ പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും എല്ലാം അവരുടെ സഹായങ്ങളുണ്ട്. അപ്പോൾ ഈ 550 വാഴയും ഇതിൻ്റെ ലക്ഷണം കണ്ടിട്ട് നിങ്ങളുടെ കൃഷിയുടെ അതിൻ്റെ വളപ്രയോഗത്തിൻ്റെ ഒക്കെ പ്രത്യേകതയായിരിക്കും. ഇതിപ്പോൾ ഏകദേശം കുലച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും വാഴകൾ ഒരുമിച്ച് കുലയ്ക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ വിപണന സാധ്യത? എവിടെയാണ് നിങ്ങളിത് വിറ്റഴിക്കാനുള്ള ഇത് മനസ്സിൽ കാണുന്നത്? ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ വിപണനത്തിന് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. കാരണം ചൂഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ട്. കാരണം BFPCK എന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തോട് പ്രവർത്തിക്കുന്ന ഒരു വിപണി ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. മാന്യമായ രീതിയിലുള്ള വില അവിടെ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രയും വാഴയുണ്ട്, 550 വാഴയുണ്ട്. അപ്പോൾ ഇതിന് വളപ്രയോഗവും മറ്റ് പരിപാലനമൊക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ ഈ കൃഷിക്കാരായിട്ട് ഇത് ചെയ്യുന്നത്? സ്വന്തമായിട്ടാണോ ചെയ്യുന്നത്? മറ്റ് പണിക്കാർ ഉണ്ടോ? പണിക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാളിന് ഒരു ദിവസം എത്ര രൂപയാണ് ശമ്പളം? 1100. അപ്പോൾ ഈ 1100 രൂപ വെച്ച് പിന്നെ ഈ കുല വിൽക്കുന്ന അതുവരെ, ഇത് നടുന്ന നിലം ഒരുക്കി വാഴ നട്ട് പരിപാലിച്ച് വിൽക്കുന്നത് വരെയുള്ള വരവും ചെലവ് നോക്കുമ്പോൾ ഈ 1100 രൂപ കൊടുത്ത ഒരാളിന് കൂലിക്ക് നിർത്തിയാൽ ഇതെങ്ങനെയാണ് അവസാനം ലാഭകരമാണോ നഷ്ടമാണോ വരുന്നതെന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ? അപ്പോൾ കാലാവസ്ഥാനുകൂലം, പിന്നെ വിൽക്കുന്ന സമയത്ത് പിന്നെ വില നിലവാരം, അതിനനുസരിച്ച് എന്തായാലും നഷ്ടം വരില്ല എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു
കർഷക സംഘത്തിൻ്റെ പേരിലാണ് ഈ കൃഷി നടത്തുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ 2 പേരെയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ 20 പേരുള്ള കർഷക സംഘമാണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം 20 പേരുമായിട്ടാണോ വീതിക്കുന്നത്, അത് സംഘത്തിനാണ് പോകുന്നത്, അത് നിങ്ങൾ 2 പേര് മാത്രമാണോ എടുക്കുന്നത്? ഒന്ന് പറയാം. തീർച്ചയായിട്ടും ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കർഷകരാണ്, അവരുടെ സഹകരണം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത് സംഘത്തിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ എത്ര ലാഭം കിട്ടിയിരുന്നാലും അത് ഡിവൈഡ് സംഘത്തിനാണ് കിട്ടുന്നത്. രണ്ടാമത്, ഇത് ലാഭമേ കിട്ടുകയുള്ളൂ. ഇതുവരെയുള്ള കൃഷികളിൽ നിന്ന് നമുക്ക് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പണികളും സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ടും പിന്നെ വൃത്തിയായി സംരക്ഷിക്കുന്നതുകൊണ്ടും സമയാസമയത്ത് വളപ്രയോഗം കൂടുതലും ചാണകം, ഇത് കമ്പോസ്റ്റ് വളങ്ങൾ, കോഴിക്കാരം, അതുപോലെ തന്നെ ഈ വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, ഇങ്ങനെയുള്ള ജൈവ വസ്തുക്കളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യകരമായ കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. ആരോഗ്യ കൃഷിയാണ് ഞങ്ങളുടെ സംഘത്തിൻ്റെ ലക്ഷ്യം. എത്ര ലാഭം കിട്ടിയിരുന്നല്ല അത് സംഘത്തിനാണ്, സംഘത്തിൻ്റെ ആൾക്കാർക്ക്. അവർ 40 കർഷകരുണ്ട്, 2 സംഘങ്ങളിലായി 40 കർഷകർ. ഈ 40 കർഷകരും ഈ പ്രദേശത്ത് ഒരു മാതൃക കൃഷി തോട്ടങ്ങൾ കൊണ്ട് നിറയണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇതൊരു പുതുമയുള്ള കാര്യമാണ്. ഒരു കർഷക സംഘത്തിൻ്റെ പേരിൽ തുടങ്ങിയ ഈ കൃഷിയിൽ നിന്നും ലഭിക്കുന്ന ആദായം 20 പേരായിട്ട് വീതിച്ചെടുക്കുന്ന ഒരു സംവിധാനവും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയാണ് ഈ സുഹൃത്തുക്കൾ ഈ കർഷക സംഘത്തിൻ്റെ പേരിൽ ഈ കൃഷി നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇവരെ നമിക്കേണ്ടിയിരിക്കുന്നു. കാർഷിക മേഖല സമ്പുഷ്ടീകരിക്കേണ്ട ആവശ്യകതയിലേക്കാണ് ഈ കൃഷി കാണുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത്. നമസ്കാരം.